അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തമായ ആ കൂട്ടുകെട്ട് ഒടുവിൽ തകർന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയും തമ്മിലുള്ള ആ സുദൃഢമായ സൗഹൃദം ഇനി പഴയതുപോലെ ആകില്ല. പരസ്പരം തള്ളിപ്പറഞ്ഞ ഇവർക്കിടയിൽ ഇനി ഒരുമിച്ച് ഒരു സെൽഫി ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. എന്താണ് ഈ ഉറ്റ സുഹൃത്തുക്കൾക്കിടയിൽ പെട്ടെന്ന് സംഭവിച്ചത് എന്ന് നോക്കാം. ട്രംപിന്റെ ഒരു വിവാദ പ്രസ്താവനയാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ട്രംപ് സ്വയം യേശുദേവനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് കടുത്ത അതൃപ്തിയാണ് ഇറ്റലിയിൽ ഉണ്ടാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നടപടി അംഗീകരിക്കാനാവുന്നതല്ലെന്ന് പ്രധാനമന്ത്രി മെലോനി തുറന്നടിച്ചു. ഇതോടെ ട്രംപും തിരിച്ചടിച്ചു. ഇറ്റാലിയൻ മാധ്യമങ്ങൾക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ മെലോനിയുടെ പ്രതികരണം തന്നെ ഞെട്ടിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. മെലോനിക്ക് വലിയ ധൈര്യമുണ്ടായിരുന്നു എന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ ആ ധാരണ തെറ്റായിരുന്നു എന്നുമൊക്കെ ട്രംപ് തിരിച്ചടിച്ചു. വെറും ഒരു മാസം മുൻപ് മാത്രമാണ് ഇതേ ഇറ്റാലിയൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മെലോനിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായി ട്രംപ് വാനോളം പുകഴ്ത്തിയത്. വലതുപക്ഷ രാഷ്ട്രീയത്തിൽ സമാന ചിന്താഗതിക്കാരായിരുന്ന ഇരുവരും അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം വലിയ പിന്തുണയായിരുന്നു ഇതുവരെ നൽകിയിരുന്നത്. ആ പരസ്പര സ്നേഹമാണ് ഇപ്പോൾ തുറന്ന പോരിലേക്ക് വഴിമാറിയിരിക്കുന്നത്. മതപരമായ വിഷയങ്ങൾ മാത്രമല്ല ഈ അകൽച്ചയ്ക്ക് കാരണം. കൃത്യമായിട്ടുള്ള വിദേശ നയ വ്യത്യാസങ്ങളും ഇതിന് പിന്നിലുണ്ട്. ട്രംപിന് പിന്തുണ നൽകിയിരുന്നെങ്കിലും ഇറാനുമായി യുദ്ധത്തിന് പോകാനുള്ള അമേരിക്കൻ നടപടിയെ മെലോനി ശക്തിയുക്തം എതിർത്തിരുന്നു. ഇതിലെ അമർഷവും ട്രംപിന്റെ വാക്കുകളിൽ വളരെ പ്രകടമാണ്. മെലോനിയുടെ നടപടിയാണ് അംഗീകരിക്കാനാവാത്തത്. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടോ എന്നോ അവസരം കിട്ടിയാൽ വെറും 2 മിനിറ്റ് കൊണ്ട് അവർ ഇറ്റലിയെ ഇല്ലാതാക്കുമോ എന്നൊന്നും മെലോനിയുടെ വിഷയമല്ല എന്നാണ് ട്രംപ് രോഷത്തോടെ പ്രതികരിച്ചത്. ചുരുക്കത്തിൽ ലോകരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന സത്യം ഒരിക്കൽ കൂടി തെളിയുകയാണ്. പരസ്പരമുള്ള ബഹുമാനം പരസ്യമായ വാക്പോരിലേക്കും ശത്രുതയിലേക്കും എത്തിയതോടെ ആ പഴയ സൗഹൃദവും ചിരിയും നിറഞ്ഞ ചിത്രങ്ങൾ ഇനി പെട്ടെന്നൊന്നും കാണാൻ സാധ്യതയില്ല. കേരളം.